നമസ്കാരം. സ്വന്തം കുറവുകൾ കാരണം ദുഃഖിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഒരു കാക്ക കാട്ടിനകത്ത് വളരെ സന്തോഷകരമായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ അതൊരു ദിവസം ഒരു അരയന്നത്തെ കാണാനിടയായി. ആ, എന്തു ഭംഗിയുള്ള ജീവി! ഇതായിരിക്കുമല്ലേ ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ പക്ഷി? ഈ ഒരു കാര്യം പറയാനായി അരയന്നത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോ അത് പറഞ്ഞു, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് തത്തയെ കാണും വരെ. ഇങ്ങനെ കാക്ക തത്തയുടെ അടുത്ത് ചെന്ന് ഇതേ കാര്യം അവതരിപ്പിച്ചു. അപ്പൊ തത്ത പറയാണ്, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് മയിലിനെ കാണുന്നത് വരെ. അങ്ങനെ ഈ കാക്ക മയിലിനെ തേടി ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അങ്ങനെ ഒരു സൂവിന്റെ മുകളിൽ കൂടെ പറന്നപ്പോ അവിടെ ഒരു കൂട്ടിൽ അതാ മയിൽ. ഒരുപാട് ആളുകൾ അതിന്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളുകളെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോ കാക്ക അതിന്റെ അടുത്ത് ചെന്ന് ഈ കാര്യം അവതരിപ്പിച്ചു. മയില് പറഞ്ഞു, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്റെ ഭംഗി കാരണം ഞാൻ ഇവിടെ തടവറയിലാണ്. നീ ഇവിടെയൊന്നും നോക്ക്, എല്ലാ പക്ഷികളും ഇവിടെയുണ്ട്. പക്ഷേ കാക്ക മാത്രമില്ല. ചിലപ്പോഴൊക്കെ ഞാനും വിചാരിക്കും കാക്കയായി ജനിച്ചിരുന്നോ എങ്കിലെന്ന്. എങ്കിൽ എനിക്ക് സ്വതന്ത്രനാകാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാൾ സൗഭാഗ്യം കൂടുതലുള്ളവരും കുറവുള്ളവരുമുണ്ട്. പക്ഷെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുന്നവൻ ആരോ അവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. അപ്പൊ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ശുഭദിനം നേർന്നുകൊള്ളുന്നു. സ്നേഹത്തോടെ വിട. നിങ്ങളുടെ സ്വന്തം സന്ധ്യ.